സർവകലാശാല കേസുകളിലടക്കം സമീപകാലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോടതികളിൽ നിന്നും നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടികളാണ്. അതിൽ ഒടുവിലത്തേതാണ് ഇന്നലെയും ഇന്നുമായി വന്ന 3 ഉത്തരവുകൾ. ഏതാനും മാസങ്ങൾക്കിടെ ഗവർണറുടെ 14 നടപടികൾ കോടതി റദ്ദാക്കുകയോ തിരുത്തുകയോ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയുടെ ഇടപെടലുകൾ. കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട്. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് സർവകലാശാലകളിൽ നിയമം നടപ്പാക്കുമെന്ന് അവകാശപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഗവർണർ ചെയ്തു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു പല നടപടികളും. സർവകലാശാലകളിൽ എന്ത് നടക്കണമെന്ന് താൻ തീരുമാനിക്കും, വിസിമാരെ മുഴുവൻ താൻ തന്നെ നിയോഗിക്കും, ഇതായിരുന്നു ഗവർണറുടെ നിലപാട്. പല ഘട്ടങ്ങളിലും ഗവർണർ പരിധി വിടുന്നതും കേരളം കണ്ടു. മറുഭാഗത്ത് സർക്കാരും ഗവർണറുടെ തെറ്റായ നടപടികൾ ബാധിച്ച ഇരകളും നിയമവഴികൾ തേടി. ഗവർണറുടെ നിലപാടുകളെ ഒന്നൊന്നായി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. വിഷയം സമഗ്രമായി പരിശോധിച്ച കോടതി ഗവർണറെ പലതവണ തിരുത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടികൾ നിരവധിയാണ്. അവയിൽ പ്രധാനപ്പെട്ട ചിലത്: 2022 നവംബർ 8 ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച വിസിമാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി. 2022 ഡിസംബർ 13 വിസിമാർക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. 2023 ഫെബ്രുവരി 16 വിസിമാരെ നിയോഗിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് കോടതി. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ഗവർണർ വിസിമാരെ നിയമിക്കാവൂ. 2023 ഫെബ്രുവരി 20 KTU വിസി സ്ഥാനത്ത് നിന്നും സിസ തോമസിനെ സർക്കാരിന് മാറ്റാം. ഗവർണർ ചട്ടം മറികടക്കരുതെന്ന് കോടതി. 2023 മാർച്ച് 17 KTU സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗവർണർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 2023 മാർച്ച് 24 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 2023 ഡിസംബർ 12 കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ശുപാർശ ചെയ്ത 4 സംഘപരിവാർ അനുകൂലികളുടെ നിയമനത്തിന് സ്റ്റേ. 2024 മാർച്ച് 21 കാലിക്കറ്റ് സർവകലാശാല വിസിയെ പുറത്താക്കിയ നടപടി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ ചെയ്തു. 2024 ജൂലൈ 18 ഫിഷറീസ് സർവകലാശാലയിലേക്ക് വിസിയെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി നിർണയിച്ച ഗവർണറുടെ നടപടി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2024 ജൂലൈ 19 ഗവർണർക്കെതിരെ 3 ഉത്തരവുകൾ പുറത്തു വന്ന ദിവസം. കേരള, MG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നിയമനങ്ങൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ സ്വീകരിച്ച പല നടപടികളും നിയമവിരുദ്ധമാണെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. ഗവർണറുടെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ അതിജീവിച്ചാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത്. 4 വർഷ ബിരുദ സമ്പ്രദായം കൊണ്ടുവന്നതടക്കമുള്ള പരിഷ്കാരങ്ങൾ ലോകശ്രദ്ധ നേടുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗവർണറുടെ 3 ഉത്തരവുകളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഏതാനും മാസങ്ങൾക്കിടെ 14 ഉത്തരവുകൾ റദ്ദാക്കുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തു. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.